are discussing sources of fresh water. There are mainly two types. The first one is surface water sources and the second one is groundwater sources, in which 59% of our water is accumulated as groundwater sources. So first we can look surface water sources. In this, water is coming through precipitation and it does not percolate into the ground and also it does not evaporate into the atmosphere. അപ്പോൾ precipitation എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൻഫോൾ, നമ്മുടെ മഴ. ഓക്കെ, അപ്പോൾ മഴയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സർഫസ് വാട്ടർ സോഴ്സ്. ഇത് എന്ത് ചെയ്യുന്നില്ല, ഗ്രൗണ്ടിലോട്ട് പെർക്കുലേറ്റ് ചെയ്തു പോകുന്നില്ല, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലോട്ട് നീരാവിയായിട്ടും പോകുന്നില്ല. അപ്പോൾ the surface water is accumulated in as sea water, rivers and streams, then natural lakes and ponds. And what is the difference between a natural lake and a pond? A pond is a small, temporary or permanent water body. പോണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെയുള്ള കുളമാണ്. അതൊരു ചെറിയ ടെമ്പററി അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. എന്നാൽ നാച്ചുറൽ ലേക്കോ ഇതൊരു ഇൻലാൻഡ് ഡിപ്രഷനാണ്. ഫ്രഷ് വാട്ടർ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ഇൻലാൻഡ് ഡിപ്രഷനാണ്. And the next one is artificial impounding reservoirs. Artificial impounding reservoirs are hydraulic structures like dams. നമ്മുടെ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഡാമിനെ പോയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് എന്ത്, ആർട്ടിഫിഷ്യൽ ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സ്. അപ്പോൾ ഈ നാലെണ്ണമാണ് നമ്മുടെ സർഫസ് വാട്ടർ സോഴ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വാട്ടർ സോഴ്സ് ഈസ് ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്. സോ ഇതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റഡി വാട്ട് ഈസ് മീൻ ബൈ an aquifer. An aquifer is a layer of sediment that is highly permeable and contains water. വാട്ടർ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സെഡിമെന്റിനെ അല്ലെങ്കിൽ ഒരു പാറയെ പറയുന്ന പേരാണ് അക്വിഫർ. ഇതിലൂടെ പോർസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് വാട്ടറിനെ അതിലൂടെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള ഒരു സെഡിമെന്റിനെ അല്ലെങ്കിൽ റോക്കിനെ പറയുന്ന പേരാണ് അക്വിഫർ. അക്വിഫറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദോസ് ആർ അൺകൺഫൈൻഡ് അക്വിഫർ ആൻഡ് കൺഫൈൻഡ് അക്വിഫർ. ആൻഡ് വാട്ട് ഈസ് ദോസ്? അവ എന്താണ്? കൺഫൈൻഡ് അക്വിഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു ഇംപെർമിയബിൾ ലെയേഴ്സ്. രണ്ട് ഇംപെർമിയബിൾ ലെയേഴ്സിന്റെ ഇടയിൽ കാണപ്പെടുന്ന അക്വിഫറിനെ പറയുന്ന പേരാണ് കൺഫൈൻഡ് അക്വിഫർ. സോ ഇതിലോട്ട് വെള്ളം ഇറങ്ങി പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ പോർസ് ഇല്ല. പോർസ് മീൻസ് സുഷിരങ്ങളില്ല. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും അൺകൺഫൈൻഡ് അക്വിഫർ? നിങ്ങൾക്ക് ഊഹിക്കാലോ. അൺകൈൻഡ് അക്വിഫർ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ എന്തുണ്ടായിരിക്കും? പെർമിയബിൾ ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ടായിരിക്കും. പെർമിയബിൾ ആയതുകൊണ്ട് തന്നെ അതിൽ പോർസ് ഉണ്ടായിരിക്കും. പോർസിലൂടെ എന്ത് ചെയ്യും? വാട്ടർ താഴോട്ട് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്. ദോസ് ആർ unconfined aquifer and confined aquifer. Next we have to study the causes of flood and drought. And before that, what's mean by a flood? എന്താണ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്, വെള്ളപ്പൊക്കം അല്ലേ? അപ്പോൾ a flood may be overflow of tidal waters. നമ്മുടെ തിരമാലകളുടെ ഒരു ഓവർഫ്ലോ ആവാം, അല്ലെങ്കിൽ അൺയൂഷ്വൽ ഓർ റാപ്പിഡ് അക്യുമുലേഷൻ ഓഫ് സർഫസ് വാട്ടർ. നമ്മുടെ മഴ കാരണമുള്ള റാപ്പിഡ് ആയിട്ടുള്ള, പെട്ടെന്നുള്ള, അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു ഭീകരമായ മഴ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് തേർഡ് വൺ ഈസ് എന്തുമാവാം? ഒരു മഡ് ഫ്ലോ ആവും. അതായത് മരങ്ങളൊക്കെ നശിച്ചു പോയിട്ട് എന്ത് ചെയ്യാം, അവിടെ മണ്ണിനെ നിലനിർത്താൻ പറ്റുന്നില്ല. അപ്പൊ വെള്ളവും മണ്ണും ചേർന്നിട്ടുള്ള ഒരു ഫ്ലോയും ആകാം ഫ്ലഡ്. ആൻഡ് നെക്സ്റ്റ് വാട്ട്സ് മീൻ ബൈ എ ഡ്രോട്ട്? ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വരൾച്ച. വരൾച്ചയുടെ ഡെഫിനിഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ക്രീപ്പിംഗ് ഹസാർഡ്. ഇതൊരു ക്രീപ്പിംഗ് ഹസാർഡാണ്. ആൻഡ് ഇറ്റ് ഡെവലപ്പ് ഓവർ മന്ത്സ് ആൻഡ് പ്രൊലോങ്സ് ഫോർ ലോങ് ഇയേഴ്സ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു വലിയ ഹസാർഡാണ് ഡ്രോട്ട്. ആൻഡ് ഇറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഡിസർട്ടിഫിക്കേഷൻ. ഡിസർട്ടിഫിക്കേഷന് മുമ്പിലുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. ഡിസർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയായിട്ട് മാറും, തരിശുഭൂമിയായിട്ട് മാറുക. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡ്രോപ്പ്. ഡ്രോപ്പിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് മെറ്റീരിയോളജിക്കൽ ഡ്രോട്ട് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അഗ്രികൾച്ചറൽ ഡ്രോട്ട് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹൈഡ്രോളജിക്കൽ ഡ്രോട്ട്. കാലാവസ്ഥയിൽ ചേഞ്ച് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വരൾച്ചയെ അഥവാ ഡ്രോട്ടിനെ പറയുന്ന പേരാണ് മെറ്റീരിയോളജിക്കൽ ഡ്രോട്ട്. അഗ്രികൾച്ചറൽ ഡ്രോട്ട് എന്തായിരിക്കും? നമ്മുടെ കൃഷിയിൽ വെള്ളമില്ലാത്തത് കാരണം കൃഷി മുടങ്ങുക. ഈ ഒരു അവസ്ഥയെ പറയുന്ന
അറിയപ്പെടുന്ന പേരാണ് അഗ്രികൾച്ചറൽ ഡ്രോട്ട്. ആൻഡ് വാട്ട്സ് മീൻ ബൈ ഹൈഡ്രോളജിക്കൽ ഡ്രോട്ട്? നമ്മുടെ ഡെയിലി പർപ്പസസിന് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടാതിരിക്കുന്ന അവസ്ഥ. ഈ ടൈപ്പ് ഓഫ് ഡ്രോട്ടിന് വരൾച്ചയെ പറയുന്ന പേരാണ് ഹൈഡ്രോളജിക്കൽ ഡ്രോട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ കോസസ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. The first one is deforestation, second overgrazing, third mining, fourth rapid industrialization and fifth global warming. ഈ 5 causes എന്ന് പറയുന്നത് anthropogenic causes ആണ്. anthropogenic activities വഴി ഉണ്ടാകുന്ന causes ആണ്. ഓക്കെ, ഇപ്പൊ ഡിഫോറസ്റ്റേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓവർഗ്രേസിംഗ് അറിയാം, മൈനിങ്, ഖനനം, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മുടെ ഡെവലപ്മെന്റ് കാരണം ഇൻഡസ്ട്രീസ് ഒക്കെ എന്താണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യാണ്, ഉള്ള കെമിക്കൽസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ മണ്ണിലോട്ട് തള്ളുന്നതിന്റെ ഫലമായിട്ട് മണ്ണിന്റെ ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അത് കാരണം ഫ്ലഡ് വരുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ വാർമിംഗ് നിങ്ങൾക്ക് അറിയില്ലേ, ചൂട് കൂടുന്ന ഒരവസ്ഥ. ആൻഡ് ദ നെക്സ്റ്റ് റീസൺ ഈസ് ഹെവി റെയിൻഫോൾ. അപ്പൊ നമുക്ക് കനത്ത മഴ വരുമ്പോൾ എന്ത് സംഭവിക്കാം, ഫ്ലഡ് ഉണ്ടാവും ഇല്ലേ? അതുപോലെ തന്നെ ഡെഫിഷ്യൻസി ഓഫ് പ്രസിപ്പിറ്റേഷൻ, എന്നാൽ ആവശ്യത്തിനുള്ള മഴ കിട്ടിയില്ലെങ്കിലും ഡ്രോട്ട് ഉണ്ടാകും, വരൾച്ച ഉണ്ടാകും. അപ്പൊ ആ 2 പോയിന്റും നോട്ട് ചെയ്യാം. പിന്നെ അടുത്ത പോയിന്റ് ആണ് പ്രൊലോങ്ഡ് ഡൗൺപോർ. അതെന്താ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ നിലനിന്നാലും എന്തുണ്ടാകും, ഫ്ലഡ് സംഭവിക്കും അല്ലെ? അപ്പൊ ഈ ഫ്ലഡ് ഡ്രോട്ടും കാരണം നമുക്ക് ഒരുപാട് ബാക്ക്ലാഷസ് ഉണ്ട്. ബാക്ക്ലാഷസ് ഓർ കോൺസിക്വൻസസ് ഓർ എഫക്ട്സ്. അപ്പൊ നമുക്ക് ഫ്ലഡിന്റെയും ഡ്രോട്ടിന്റെയും എഫക്ട്സ് അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ദോസ് ആർ famine, malnutrition, food insecurity, epidemics, migration, habitat loss, sticking debris and mud. Famine means പട്ടിണി, malnutrition ആവശ്യത്തിനുള്ള പോഷണമില്ലായ്മ, ഫുഡ് ഇൻസെക്യൂരിറ്റി നമുക്ക് ഭക്ഷണം കിട്ടാത്തൊരു അവസ്ഥ, എപ്പിഡമിക്സ് പകർച്ചവ്യാധികൾ ഇല്ലേ, ഒരുപാട് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നുണ്ട് വെള്ളപ്പൊക്കൊക്കെ കഴിഞ്ഞു പോയാലേ അല്ലേ? അപ്പൊ അത് നോട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് മൈഗ്രേഷൻ, നമുക്ക് വീടും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ, അതാണ് മൈഗ്രേഷൻ. പിന്നെ ഹാബിറ്റാറ്റ് ലോസ്, നമ്മുടെ പാർപ്പിടം നമ്മുടെ മാത്രമല്ല മൃഗങ്ങളുടെയും അതുപോലെ തന്നെ ഈവൻ ചെറിയ ഇൻസെക്ട്സിന്റെയും മൈക്രോ ഓർഗാനിസംസിന്റെ ഒക്കെ എന്താണ് പാർപ്പിടം നഷ്ടപ്പെടുകയാണ് അല്ലെ? അതുപോലെ തന്നെ ഫ്ലഡ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും, എല്ലായിടത്തും ഡബ്രിസും മണ്ണും ഒക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ നമുക്ക് പിന്നീടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നീട് നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റിലോട്ട് എത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാരണമാണ്. അപ്പൊ ഈ ബാക്ക്ലാഷസ് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, we are going to discuss conflicts over water. വെള്ളത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ. എന്തിനായിരിക്കും വാട്ടറിന്റെ മുകളിൽ ഇങ്ങനെ തർക്കങ്ങൾ? It is due to indispensability of water and also due to unequal distribution of water in different regions. വെള്ളം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലേ? നമ്മുടെ എല്ലാ ആവശ്യത്തിനും ഡെയിലി പർപ്പസിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്ത്, വാട്ടർ അല്ലെ? എന്നാൽ ഈ വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലോ ഓരോ കൺട്രിയിലും ഓരോ റീജിയനിലും ഓരോ പോലെയാണ് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് കോൺഫ്ലിക്ട്സ് ഓഫ് വാട്ടർ സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വാട്ടറിനെ ചൊല്ലിയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഇവിടെ 7 എണ്ണം ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് India and Pakistan fight over the rights to water from the Indus. Okay, Indus is the mightiest river and it is on dying, slow death occurring due to the construction of dams and barrages upon the river. ഈ ഇൻഡസ് റിവറിന്റെ മുകളിൽ ഡാംസും ബാരേജസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ നദി ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മെല്ലെ മെല്ലെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് ആക്ച്വലി ഇവിടെ ഇൻഡസ് ജലം ചെനാബ് എന്ന് പറയുന്ന നദിയുടെ 3 ഭാഗങ്ങൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനാണ്. അതുപോലെ തന്നെ സത്ലജ്, റവി, ബീച്ച് എന്ന് പറയുന്ന 3 പോർഷന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്കാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ 3 പോർഷനെ അവരുടെ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ ചോദിക്കുന്നത്, പക്ഷെ അവരത് വിട്ടുകൊടുക്കുന്നില്ല. അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്. അപ്പൊ ഇത് കുറെ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Okay, the next one is Mexico and USA have coming conflict over Colorado River. കൊളറാഡോ റിവറിന്റെ മുകളിൽ മെക്സിക്കോയും USA-യും കോൺഫ്ലിക്റ്റ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ആൻഡ് ഇറാഖ് ആർ ഫൈറ്റിംഗ് ഫോർ ബ്രഹ്മപുത്ര റിവർ.
ഇന്ത്യയിലൂടെ ഒഴുകുന്ന കുറച്ച് പോർഷൻ ഒഴുകുന്നുണ്ട് ബ്രഹ്മപുത്ര, നമുക്കറിയുന്നതല്ലേ. അപ്പോൾ ഇറാഖിലൂടെയും അതിന്റെ കുറച്ച് പോർഷൻ ഒഴുകുന്നുണ്ട്. അപ്പൊ അവ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണിത്. അതുപോലെ തന്നെ ഇറാൻ ആൻഡ് ഇറാഖ് കോണ്ടസ്റ്റ് ഫോർ ദ വാട്ടർ ഫ്രം ഷട്ട് അൽ അറബ് റിവർ. ഇതിനെ ചൊല്ലിയിട്ട് ഷട്ട് അൽ അറബ് റിവറിനെ ചൊല്ലിയിട്ട് ഇറാനും ഇറാഖും ഡിസ്ട്രിബ്യൂട്ടിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷെയറിംഗ് ഓഫ് കാവേരി ബിറ്റ്വീൻ കർണാടക ആൻഡ് തമിഴ്നാടു നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് 100 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൗൺ സ്ട്രീം സൈഡ്, ഈ കാവേരി നദിയുടെ ഡൗൺ സ്ട്രീം സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തമിഴ്നാടുവിലും അതുപോലെ തന്നെ അപ് സ്ട്രീം സൈഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കർണാടകയിലാണ്. അപ്പൊ അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഷെയറിംഗ് ഓഫ് കൃഷ്ണ ബിറ്റ്വീൻ കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്, കർണാടകയും ആന്ധ്രാപ്രദേശും തമ്മിൽ കൃഷ്ണ നദിയെ ചൊല്ലിയിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഷെയറിംഗ് ഓഫ് സിർവാണി ബിറ്റ്വീൻ തമിഴ്നാടു ആൻഡ് കേരള. കേരളത്തിലൂടെ 44 നദിയോളം ഒഴുകുന്നുണ്ട്, നമുക്കറിയില്ലേ, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ ആയിട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിലെ സിർവാണി നദിയെ ചൊല്ലിയിട്ട് തമിഴ്നാടും കേരളവും തമ്മിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ 7 തന്നിട്ടുണ്ട്. ഇതിൽ ഒരു 4 5 നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഡാംസിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.